കുട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് മഹിളാ സമഖ്യ സൊസൈറ്റി എന്ന് പറയുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്നദ്ധ സംഘടന കുട്ടിയിൽ നടത്തിയൊരു ഇൻ്റർവെൻഷൻ്റെ ഭാഗമായി, ഒരു അവയർനെസ് പ്രോഗ്രാമിൻ്റെ ഭാഗമായാണ് കുട്ടി ഇത്തരത്തിലൊരു വിഷയത്തെ ഓപ്പൺ അപ്പ് ചെയ്യുന്നതിനൊരു ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇത്രയും അധികം ആളുകൾ ഒരു കുട്ടിയെ അബ്യൂസ് ചെയ്യുന്നു. കഴിഞ്ഞ 5 വർഷക്കാലമായി ദീർഘകാലം ഒരു കുട്ടി പീഡനത്തിനിരയാകുന്നു. അങ്ങനെയാണ് ഈ ഒരു വിഷയത്തിൻ്റെ ഇൻറ്റൻസിറ്റി ബോധ്യപ്പെട്ട് മഹിളാ സമഖ്യ സൊസൈറ്റി ഈ വിഷയം പത്തനംതിട്ട ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുമ്പാകെ അറിയിക്കുന്നു. എത്ര വർഷത്തിന് മുമ്പാണ് ഈ ഒഫൻസ് നടന്നത് എന്നത് നമ്മളെ സംബന്ധിക്കുന്നൊരു വിഷയമല്ല. ഏതൊരു പോയിന്റിലും അത് അറിവുള്ള ഏതൊരാൾക്കും ഇത്തരം ഒരു വിഷയം റിപ്പോർട്ട് ചെയ്യാം, മാൻഡേറ്റ് റിപ്പോർട്ട് ചെയ്യണം. ആ കുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ആരൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടോ അത്തരം ആളുകളെ എല്ലാം നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യവുമായിട്ടാണ് ശരിക്കും നിയമ സംവിധാനങ്ങൾ ഇതിനെ ഏറ്റെടുത്തിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പറയുന്ന വിഷയം നടന്നു എന്ന് പറയപ്പെടുന്ന ഏതെല്ലാം ഭാഗങ്ങളിൽ പൊതുസമൂഹം ആക്സസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പം നമ്മുടെ മുന്നിൽ വെച്ച് നമ്മുടെ കൺവെട്ടത്ത് വെച്ച് ഒരു കുട്ടി കഴിഞ്ഞ 5 വർഷങ്ങളായി പീഡിപ്പിക്കപ്പെട്ടു. അതിൽ നിന്ന് നമ്മൾക്ക് ഒരാൾക്ക് പോലും ഈ പറയുന്ന ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. എക്യുപ്പ് ചെയ്ത് സംസാരിക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കുക. ഇനി സിസ്റ്റത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എത്രയും വേഗം എന്ത് ചെയ്യണം, അവളെ ഈ പറയുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഈ ഘട്ടത്തിൽ നിന്നും റിക്കവറി പ്രോസസ്സിലേക്ക് എത്തിച്ച് അവളെ പ്രോപ്പറായി റീഹാബിലിറ്റേറ്റ് ചെയ്ത് മെയിൻ സ്ട്രീം ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. നമസ്കാരം, മറുനാടൻ മലയാളിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിൽ നിന്നുള്ള ലീഗൽ കം പ്രൊബേഷൻ ഓഫീസർ അനീഷ VL ആണ്. പത്തനംതിട്ടയിൽ ഒരു പെൺകുട്ടിക്ക് നേരെ 62ഓളം ആളുകൾ ചേർന്ന് അതിക്രൂരമായ പീഡനം നടത്തി. കഴിഞ്ഞ 5 വർഷമായി 13ാമത്തെ വയസ്സിൽ തുടങ്ങിയ പീഡനം 18ാം വയസ്സിലാണ് കുട്ടി പുറം ലോകത്തോട് വിളിച്ചു പറയുന്നത്. 20ലധികം ആളുകൾ ഇതിനോടകം അറസ്റ്റിലാകപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ആ സാഹചര്യമാണ്, ആ വിഷയമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. മാം നമസ്കാരം, വെൽക്കം ടു മറുനാടൻ. ശരിക്കും ഇത് തിരുവനന്തപുരത്ത് നടന്ന ഒരു സംഭവമല്ല, പത്തനംതിട്ടയിലാണ് ഈ ഇഷ്യൂ നടക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ കുട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് മഹിളാ സമഖ്യ സൊസൈറ്റി എന്ന് പറയുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്നദ്ധ സംഘടന കുട്ടിയിൽ നടത്തിയൊരു ഇൻ്റർവെൻഷൻ്റെ ഭാഗമായി, ഒരു അവയർനെസ് പ്രോഗ്രാമിൻ്റെ ഭാഗമായാണ് കുട്ടി ഇത്തരത്തിലൊരു വിഷയത്തെ ഓപ്പൺ അപ്പ് ചെയ്യുന്നതിനൊരു ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ ശരിക്കും നമ്മളൊക്കെ കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളായി ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ അവരും ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടാവണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇത്രയും അധികം ആളുകൾ ഒരു കുട്ടിയെ അബ്യൂസ് ചെയ്യുന്നു. കഴിഞ്ഞ 5 വർഷക്കാലമായി ദീർഘകാലം ഒരു കുട്ടി പീഡനത്തിനിരയാകുന്നു. അങ്ങനെയാണ് ഈ ഒരു വിഷയത്തിൻ്റെ ഇൻറ്റൻസിറ്റി ബോധ്യപ്പെട്ട് മഹിളാ സമഖ്യ സൊസൈറ്റി ഈ വിഷയം പത്തനംതിട്ട ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുമ്പാകെ അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട പത്തനംതിട്ട ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കുട്ടിയെ കാണുന്നു, കുട്ടിയോട് സംസാരിക്കുന്നു. കുട്ടിയോട് സംസാരിക്കുന്നതിന് ഈ പറയുന്നത് പോലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നുള്ള നിലയിൽ കുറേയധികം പരിമിതികൾ ഉണ്ടാകുന്നു. കുറച്ച് എക്സ്പേർട്ടിൻ്റെ സഹായം ആവശ്യമാണെന്ന് അവർക്ക് ബോധ്യപ്പെടുന്നു. അതിൻ്റെ ഭാഗമായി ചൈൽഡ് പ്രൊട്ടക്ഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് സൈക്കോളജിസ്റ്റ് കുട്ടിയെ കാണുന്നു. അങ്ങനെയാണ് ശരിക്കും ഒരു റിപ്പോർട്ടിങ്ങിലേക്ക് ഈ പറയുന്നൊരു വിഷയം പോകുന്നത്. നമുക്കറിയാം 2012 പോക്സോ നിയമം നിലവിൽ വരുന്നത്. കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങളെ, അത് ഏത് തരത്തിലുള്ള അതിക്രമമാണ്, അത് ഇൻറ്റൻസിറ്റിയുള്ള സെക്ഷൽ ഇൻ്റർകോഴ്സിൽ തുടങ്ങി കുട്ടിക്ക് അൺവെൽക്കമിങ് ആയൊരു നോട്ടം വരെ ഒഫൻസ് ആണെന്ന് പറഞ്ഞ് കൃത്യമായി വിശദീകരിച്ചുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു നിയമം നിലവിൽ വരുന്ന 2012 മുതൽ എപ്പോൾ അതിനുശേഷം കമ്മിറ്റ് ചെയ്ത ഏതൊരു ഒഫൻസും റിപ്പോർട്ട് ചെയ്യാം എന്നൊരു പ്രത്യേകത കൂടി നിയമത്തിനുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും എത്ര വർഷത്തിന് മുമ്പാണ് ഈ ഒഫൻസ് നടന്നത് എന്നത് നമ്മളെ സംബന്ധിക്കുന്നൊരു വിഷയമല്ല. ഏതൊരു പോയിന്റിലും അത് അറിവുള്ള ഏതൊരാൾക്കും ഇത്തരം ഒരു വിഷയം റിപ്പോർട്ട് ചെയ്യാം, മാൻഡേറ്റ് റിപ്പോർട്ട് ചെയ്യണം എന്നുകൂടിയുണ്ട്, മറ്റ് നിയമങ്ങളെ പോലെയല്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ശരിക്കും ഇത്തരത്തിലൊരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 5 വർഷങ്ങൾ ആ കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ 5 ഘട്ടങ്ങൾ, അതിൻ്റെ കൗമാരപ്രായം പൂർണ്ണമായും ശരിക്കും സ്പോയിൽ ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ഒരവസ്ഥ വളരെ ഏറ്റവും മോശകരമായിട്ടുള്ള ഒരവസ്ഥ തന്നെയാണ്. അപ്പോൾ പ്രോപ്പറായി ഈ മഹിളാ സമഖ്യയുടെ ഒരു ഇൻ്റർവെൻഷനിൽ നിന്ന് തുടങ്ങുന്ന ഒരു വലിയ എന്താ പറയുന്നത്, ശരിക്കും ഒരു കേസിൻ്റെ ഇങ്ങനെ ചുരുളിങ്ങനെ അഴിഞ്ഞു വരുന്നതേ ഉള്ളൂ. വളരെ കുറച്ച് ദിവസങ്ങൾ ആയിട്ടുള്ളൂ. ഇനിയും ചിലപ്പോൾ നമുക്ക് പുതിയ ആളുകൾ തന്നെ കേസുകളിലേക്ക് വന്നുകൂടാ എന്നുള്ളതില്ല. അപ്പം ഈ പറയുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്ന് നമ്മൾ ആ കുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ആരൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടോ അത്തരം ആളുകളെ എല്ലാം
നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യവുമായിട്ടാണ് ശരിക്കും നിയമ സംവിധാനങ്ങൾ ഇതിനെ ഏറ്റെടുത്തിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാം, അവിടെ ഒരു ചോദ്യമുണ്ട്. ഈ കുട്ടി 5 വർഷമായി എപ്പോഴും ഇരയെ വേട്ടയാടുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. അത് കുട്ടി അതൊരു പെണ്ണായാൽ മതി എന്നുള്ളതാണ് അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം. അവളത് പോയിട്ടല്ലേ, അല്ലെങ്കിൽ ഒരാൾ പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൾ ആ രാത്രിയിലൂടെ പോയതുകൊണ്ടെല്ലാം ചെയ്യുന്ന ഒരു സമൂഹമാണ്. ഇങ്ങനൊരു സമൂഹത്തിൽ നിന്നാണ് കുട്ടി പറയാൻ ഭയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, അച്ഛൻ്റെ മൊബൈൽ വഴിയാണ് ഈ പ്രതികൾ ഈ കുട്ടിയെ കോൺടാക്ട് ചെയ്തിരുന്നതും വിവിധ ഭാഗങ്ങളിൽ കൊണ്ട് പീഡിപ്പിച്ചിരുന്നത് എന്ന് പറയപ്പെടുന്നു. അത് ചെറിയ ഏതെങ്കിലും ലോഡ്ജ് മുറിയിലോ ഹോട്ടൽ മുറികളിലോ അല്ല, സ്വകാര്യ ബസ്സിലാണ്, പ്രൈവറ്റ് സ്റ്റാൻഡിലാണ്, റബ്ബർ തോട്ടങ്ങളിലാണ്, അതായത് സഹജീവികളൊക്കെ ഒരുപാട് മനുഷ്യന്മാരുള്ള പ്രദേശങ്ങളിലാണ്. അതിൽ അറസ്റ്റ് ചെയ്ത ആളുകളിൽ ഒരു മൈനറായ ഒരു ആൺകുട്ടി മുതൽ അച്ഛൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള പ്രായം വരുന്ന ആളുകൾ വരെയുണ്ട്. അതൊരു മത്സ്യത്തൊഴിലാളികളുണ്ട്, വരനായിട്ടൊരാൾ അറസ്റ്റിലാകപ്പെടുന്നു, വിദേശത്തുള്ളവരുണ്ട്. അപ്പം സത്യത്തിൽ ഇത് ആരുടെ പരാജയമാണെന്നൊരു ചോദ്യമുണ്ടല്ലോ. അപ്പോൾ കുട്ടിയുടെ തലയിലേക്ക് ഇത് കൊണ്ടുവെക്കുന്ന കുറേ കമൻറ്റുകൾ കണ്ടപ്പോഴാണ് നമുക്ക് ആ ചോദ്യത്തിലേക്ക് വരുന്നത്. അല്ല, ആരുടെ പരാജയമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും മനുജയും ഉൾപ്പെടുന്ന ഈ സമൂഹത്തിൻ്റെ പരാജയമാണ് അല്ലേ. ഒരു വ്യക്തിയിൽ ആ പരാജയത്തിൻ്റെ ഒരു എന്താ പറയുന്നത്, ഈ വിഴുപ്പ് ഒരു വ്യക്തിയിലോ അല്ലെങ്കിൽ കുട്ടിയിലോ അടിച്ചേൽപ്പിക്കാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല അല്ലേ. ഈ പറയുന്ന വിഷയം നടന്നു എന്ന് പറയപ്പെടുന്ന ഏതെല്ലാം ഭാഗങ്ങളിൽ പൊതുസമൂഹം ആക്സസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മുടെ മുന്നിൽ വെച്ച്, നമ്മുടെ കൺവെട്ടത്ത് വെച്ച് ഒരു കുട്ടി കഴിഞ്ഞ 5 വർഷങ്ങളായി പീഡിപ്പിക്കപ്പെട്ടു. അതിൽ നിന്ന് നമ്മൾക്ക് ഒരാൾക്ക് പോലും ഈ പറയുന്ന ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. അങ്ങനെ ഈ പറയുന്ന വിഷയത്തിനെ എന്താ പറയുന്നത്, വിമർശിക്കുന്ന ആളുകൾ മലർന്നു കിടന്ന് തുപ്പുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തി ചെയ്യുകയാണെന്നാണ് എനിക്ക് വ്യക്തിപരമായി ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പലതരത്തിൽ ഇപ്പം 5 വർഷങ്ങൾ കുട്ടി പോയിട്ടല്ലേ, അല്ലെങ്കിൽ കുട്ടി ഏതെങ്കിലും നിലവാരത്തിൽ കുട്ടിയെ തന്നെ ടാർഗറ്റ് ചെയ്ത് തന്നെയാണ്. നമുക്കറിയാമല്ലോ, പ്രതികളാക്കപ്പെടുന്ന ആളുകൾ ജയിലിൽ കിടന്ന ശേഷം കുറച്ച് നാൾ കഴിഞ്ഞ് അവർക്ക് ബെയിൽ കിട്ടി പുറത്തു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഈ വിഷയം അവസാനിക്കും അല്ലേ. പക്ഷേ ജീവിതകാലം മുഴുവൻ ഈ ടാഗ് ലൈനുമായി ഈ പെൺകുട്ടി നടക്കേണ്ട സാഹചര്യം ഉണ്ടാവും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു സമൂഹത്തിനുള്ളിൽ ഈ അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമ്മുടെ കർത്തവ്യം നമ്മൾ പൂർണ്ണമായും ഫുൾഫിൽ ചെയ്തിട്ടുണ്ടോ എന്നൊരു ചോദ്യത്തിനാണ് നമ്മൾ മറുപടി പറയേണ്ടത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടി പല കാരണങ്ങൾ കൊണ്ടാവാം ഇത് ഇത്രയും നാളും കുട്ടിക്കുണ്ടായ ഈ ഒരു ബുദ്ധിമുട്ട് കുട്ടി തുറന്ന് പറയാത്ത ഒരുപാട് സാഹചര്യം, കാരണം നമ്മുടെയൊക്കെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ്. ഞാൻ 2017 മുതൽ ഈ സിസ്റ്റത്തിനകത്ത് വന്നിട്ടുള്ള ഒരാളാണ്. പല സാഹചര്യങ്ങളിൽ പല തരത്തിൽ ഇത്തരത്തിലുള്ള കുട്ടികളെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും അധികം ഒഫൻഡേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഒഫൻസ് നമ്മൾ ആദ്യമായാണ് കാണുകയോ അല്ലെങ്കിൽ മനസ്സിലാക്കുകയോ ചെയ്യുന്നത്. പക്ഷേ ഈ കാര്യങ്ങളിലൊക്കെ പൊതുവായി കണ്ടിട്ടുള്ള ഒരു ഫിനോമിനൻ എന്ന് പറയുന്നത് മനുജ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്, എന്നെ കുറ്റപ്പെടുത്തില്ലേ എന്ന ചോദ്യം അല്ലേ. എനിക്ക് നേരെ വന്ന ഒരു അതിക്രമത്തിനെ എൻ്റെ കൂടെ പാർട്ട് മറ്റുള്ളവർ ഏത് നിലവാരത്തിൽ വിലയിരുത്തപ്പെടും, ഞാൻ പറയുന്നത് വിശ്വസിക്കുമോ, ഇത് വിശ്വസനീയമാണോ എന്ന ഭയം. പൊതുവിൽ ഈ പറയുന്ന ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യപ്പെട്ട സാഹചര്യം എന്ത് തന്നെയാകട്ടെ, അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റായി വന്നിട്ടുള്ള പല വീഡിയോഗ്രാഫ്സ് ഉണ്ടാവാം, പല ഫോട്ടോഗ്രാഫ്സ് ഉണ്ടാവാം. ഇതൊക്കെ കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഭയമുണ്ടാകാം. ഇനി കുട്ടിയെ പ്രോപ്പറായി ഇപ്പോൾ പറഞ്ഞ പോലെ അച്ഛൻ്റെ മൊബൈൽ ഫോണിലേക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വന്നിട്ടുള്ള കോളുകളായിക്കോട്ടെ നമ്പറുകളായിക്കോട്ടെ, നമ്മുടെ സാഹചര്യത്തിൽ നമ്മുടെ പൊതുസമൂഹം എന്ന് പറയുന്നത് ഇപ്പം ഈ എല്ലാ ആളുകൾക്കും ടെക്നോളജി എന്ന് പറയുന്നത് ഭയങ്കരമായി ആക്സസ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ടെക്നോളജിക്കലി ആക്സസ് ചെയ്യും. ഒരുപക്ഷെ അച്ഛനോ അമ്മയ്ക്കോ ആ ടെക്നോളജി അത്ര തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആളുകളായിരിക്കണം എന്നില്ല. ഇപ്പം ആൻഡ്രോയിഡ് ഫോണുകൾ ഇല്ലാത്ത ആളുകളില്ല. അപ്പോൾ ഇത്തരം ഫോണുകൾ കൃത്യമായി അച്ഛനോ അമ്മയ്ക്കോ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും കുട്ടികൾക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇത്തരം മെസ്സേജുകളോ, അല്ലെങ്കിൽ നമുക്കറിയില്ല, അദ്ദേഹത്തിൻ്റെ വശമൊന്നും നമ്മൾ കേട്ടിട്ടുമില്ല, ഒരു പക്ഷേ അതൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോയതിൻ്റെ ഒരു കാരണം അതുകൂടിയാകാം. പിന്നെ കുട്ടിക്ക് ഈ പറയുന്നത് പോലെ ആരോട് പറയും എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിട്ടുണ്ടാകാം. നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ, അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ മക്കളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ കൂട്ടുകാരായിരിക്കണം എന്നുള്ളത് എത്രയിടത്ത് പ്രാവർത്തികമാണ് അല്ലേ. എപ്പോഴും നമ്മളൊരു പോയിന്റിൽ നിന്നുകൊണ്ട് മാത്രമാണ് കുട്ടിയോട് സംസാരിക്കുന്നത്. 13 വയസ്സ് മുതൽ ഒരു ഘട്ടത്തിൽ ഇത് പറയാനൊരു സാഹചര്യം ഉണ്ടായില്ലെന്ന് പറയുമ്പോൾ വിശ്വസിക്കാനാവുന്ന ഒരു കാര്യം അല്ല, ഉറപ്പായുമല്ല. കാരണം കുട്ടി പഠിക്കുന്ന സ്കൂൾ, ഈ പറയുന്ന സാഹചര്യങ്ങളിൽ കുട്ടി സ്കൂളിൽ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുട്ടി പഠിക്കുന്ന സ്കൂളിൽ കൗൺസിലിംഗ് സംവിധാനങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തെ പറ്റി നമുക്കറിയില്ല. എന്നാലും ഇപ്പോൾ നിലവിൽ ഗവൺമെൻറ് സംവിധാനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് സ്കൂളുകളിൽ സ്കൂൾ കൗൺസിലേഴ്സിൻ്റെ സേവനം ലഭ്യമാക്കിയിട്ടുള്ളത്. പാരൻറ്റിംഗ് ക്ലിനിക്കുകൾ എല്ലാ ബ്ലോക്ക് തലങ്ങളിലും പഞ്ചായത്ത് നിലവാരത്തിലും നിലവിൽ പാരൻറ്റിംഗ് ക്ലിനിക്കുകൾ
നടപ്പിലാക്കി വരുന്നുണ്ട്. ചൈൽഡ് ഹെൽപ്പ് ലൈൻ എന്ന് പറയുന്ന 1098 വളരെ വർഷങ്ങൾ കൊണ്ട് പ്രചാരത്തിലുണ്ട്. ഇവിടെ ഒന്നും കുട്ടിക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്തത് ഞാൻ ഈ പറഞ്ഞ പല കാരണങ്ങൾ കൊണ്ടാകാം. കുട്ടിക്ക് ഒന്നുകിൽ ഇതിനെ സംബന്ധിക്കുന്ന അജ്ഞതയുണ്ടായിരുന്നിരിക്കാം, 2 എന്നെ വിശ്വസിക്കുമോ എന്ന വലിയൊരു ഭയം കുട്ടിക്ക് ഉണ്ടായിരുന്നിരിക്കാം, ഇല്ലെങ്കിൽ ഇത് പ്രോപ്പറായി എന്നോടൊപ്പം നിൽക്കാൻ ഒരു വലിയൊരു സമൂഹം ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ എന്നെ സംരക്ഷിക്കാനുള്ളൊരു സിസ്റ്റം ഇവിടെ ഉണ്ട് എന്ന അജ്ഞതയും വളരെ കാര്യമായ രീതിയിൽ കുട്ടിക്ക് ഉണ്ടായിരിക്കാം. മേ ബി മഹിളാ സമിതിയുടെ ഒരു അവയർനെസ് പ്രോഗ്രാമിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും എനിക്കിനി പറയാൻ ഒരു വേദി ഉണ്ട്, അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ആളുണ്ടെന്നൊരു കോൺഫിഡൻസ് നിന്നായിരിക്കണം കുട്ടി ഇത് തുറന്നു പറയാനുള്ളൊരു ആർജവം കാണിച്ചിട്ടുള്ളത്. അപ്പം നാളിതുവരെ ഇത് എല്ലാത്തിനെയും പേടിച്ചത് നമ്മുടെ സൊസൈറ്റിയെ തന്നെയാണ്. നമ്മൾ ഈ പറയുന്നത് പോലെ ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ വിരയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമീപനം നമ്മൾ എത്ര നാൾ വെച്ച് പുലർത്തുമോ അത്രയും നാൾ നമ്മുടെ നാട്ടിൽ കുട്ടികൾ പീഡനം അനുഭവിക്കും, അല്ലേ? നമുക്ക് കുട്ടികളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. കുട്ടികളിൽ നിന്ന് ഒരു കാര്യം മറച്ചു വെപ്പിക്കാൻ ത്രെട്ട് എന്ന് പറയുന്നത്, അല്ലേ, പേടിപ്പിക്കുക എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് പ്രോപ്പറായി നമ്മൾ അതറിയാവുന്നുള്ള ഒരാൾ കുട്ടിയുടെ അടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ, ഇനി നമ്മൾ പറയുന്ന ചില വാചകങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ വളരെ ചെറുപ്പത്തിലേ തന്നെ കുട്ടികളെ സത്യം ചെയ്യാൻ പഠിപ്പിക്കുന്ന ആളുകളാണ്, അല്ലേ? നമ്മൾ കുട്ടിയെ സത്യം ചെയ്യാൻ പഠിപ്പിക്കുമ്പോൾ എന്താണ് പഠിപ്പിക്കുന്നത്? എന്താണ് മോള് കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇനി ഇത് സത്യം തെറ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അമ്മേരെ തല പൊട്ടിത്തെറിക്കും, അച്ഛൻ്റെ തല പൊട്ടിത്തെറിക്കും, ഇല്ലേ? ഇത് നമ്മൾ വളരെ ചെറുതിലെ കുട്ടികളിൽ ഇൻജെക്ട് ചെയ്യുന്നത് ഒരിക്കലും മോശമായ രീതിയിൽ വരാൻ വേണ്ടിയിട്ടല്ല, കുട്ടി സത്യം പറയണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പലപ്പോഴും നമ്മളിത് ഇതാക്കുന്നത്. പക്ഷേ ഇത് കുട്ടിയെ ഉപദ്രവിക്കുന്ന ആളും ഇതേ ഒരു വാക്ക് കുട്ടിയുടെ അടുത്തുനിന്ന് വാങ്ങാൻ സാധ്യതയില്ലേ? ഇതെല്ലാം കുട്ടിയെ ബാധിക്കില്ലേ? ഇനി ഏതെങ്കിലും നിലവാരത്തിൽ ഇപ്പോൾ ഈ പറയുന്ന വീഡിയോസ് വെച്ചിട്ട്, ഫോട്ടോഗ്രാഫ്സ് വെച്ചിട്ട്, കുട്ടിയുടെ പാരൻസിനെ വെച്ചിട്ടൊക്കെ ഉള്ളൊരു ത്രെട്ടണിങ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും കുട്ടിക്ക് ഇത് ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് കുട്ടിയെ എത്തിക്കപ്പെടും. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അത് സ്കൂൾ തലത്തിൽ നടക്കണം, രക്ഷിതാക്കളുടെ ഇടയിൽ നടക്കണം, പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ നടക്കണം. അപ്പം നമ്മുടെ ചുറ്റുവട്ടത്ത് അസ്വാഭാവികമായ ഒരു കുട്ടിയെ കണ്ടാൽ എന്താണ് എന്ന് ചോദിക്കാനുള്ള ആ ഒരു മനോഭാവമുള്ള എത്ര മനുഷ്യരെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? മാം, അവിടെ മറ്റൊരു കാര്യം ഉള്ളത്, പെൺകുട്ടിയുടെ ഐഡൻറ്റിറ്റി നമുക്ക് റിവീൽ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ 8ാം ക്ലാസ്സിൽ 13 വയസ്സ് മാത്രമുള്ള ഒരു പ്രായത്തിലാണ് ഈ കുട്ടി ഈ പീഡനത്തിന്, അബ്യൂസിന് ഇരയാവുന്ന ഒരു ഘട്ടം. എന്താണ് ഇപ്പോൾ കുട്ടിയുടെ സാഹചര്യം എന്തെങ്കിലും വിലയിരുത്താൻ സാധിച്ചിട്ടുണ്ടോ? സാധാരണഗതിയിൽ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സമയത്ത് കുട്ടികളെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ, ഏത് തരത്തിലാണ് സർക്കാർ പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി തന്നെയാണ് ഈ വിഷയം ആദ്യം തന്നെ ടേക്കപ്പ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ മറ്റ് സംവിധാനങ്ങൾ ടേക്കപ്പ് ചെയ്ത് വരുന്ന കേസുകൾ നമ്മുടെ അടുത്തേക്ക് എത്താറുണ്ട്. സാധാരണ നിലവാരങ്ങളിൽ പോലീസ് സ്റ്റേഷൻ, നമുക്കറിയാമല്ലോ, ഒരു പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എപ്പോഴും അവിടെ തന്നെയാണ്, പോലീസ് സ്റ്റേഷനുകളിൽ തന്നെയാണ്. അത് ഏത് സംവിധാനം വഴി എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ഇപ്പോൾ ചിലപ്പോൾ പരാതിക്കാരായിട്ടുള്ള ആളുകൾ, കുട്ടിയുടെ രക്ഷിതാക്കളാണ് പരാതിക്കാരെങ്കിൽ അവർക്ക് നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ആക്സസ് ചെയ്യാം. അതല്ലെങ്കിൽ അവർക്ക് 1098 എന്ന ചൈൽഡ് ലൈൻ്റെ ടോൾ ഫ്രീ നമ്പറിലേക്ക് ആക്സസ് ചെയ്യാം. അല്ലെങ്കിൽ നേരിട്ട് ജില്ലയിലെ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിനെയോ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെയോ ഇത്തരം വിഷയങ്ങളെ പറ്റി ഇൻറ്റിമേഷൻ കൊടുക്കുക. അവരിലൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെയാണ് എത്തുന്നത്. പോലീസ് നേരിട്ടെടുക്കുന്ന കേസുകളാണെങ്കിൽ സാധാരണ നിലവാരത്തിൽ അവർ കേസ് എടുക്കുന്നു, പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നു. കുട്ടിക്ക് റീഹാബിലിറ്റേഷൻ ആവശ്യമാകുന്ന സാഹചര്യത്തിൽ കുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുമ്പാകെ ഹാജരാക്കുന്നു. കുട്ടിക്ക് സ്ഥാപനവൽക്കരണം ആവശ്യമാകുന്ന ഘട്ടത്തിൽ, അതായത് നിലവിലെ വീട്ടിലെ സാഹചര്യം സുരക്ഷിതമല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ കുട്ടിയെ താൽക്കാലികമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷെൽട്ടർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഷെൽട്ടർ ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, രാജ്യത്ത് ബാലനീതി നിയമം 2015 റീഎനാക്ട് ചെയ്യപ്പെടുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായി നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഇസ് ദ ലാസ്റ്റ് റിസോർട്ട്. ഒരു കുട്ടിയെ മറ്റൊരു മാർഗവും ഇല്ലെങ്കിൽ മാത്രമാണ് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ കുട്ടി സമൂഹത്തിൽ സുരക്ഷിതമല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഉള്ളതെങ്കിൽ, ഇപ്പോൾ ഇതുപോലൊരു കേസിൽ ഈ കുട്ടിയെ നമുക്ക് വളരെ പെട്ടെന്ന് സൊസൈറ്റിയുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കാൻ ഒരിക്കലും പറ്റില്ല. ആ കുട്ടിയെ പരമാവധി സിസ്റ്റം, ഗവൺമെൻറ് പ്രൊട്ടക്ട് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുമ്പിലേക്ക് എത്തിപ്പെട്ട കുട്ടി നിലവിൽ എൻട്രി ഹോമിലാണ്. അപ്പോൾ നമുക്കറിയാം, ഈ പറയുന്ന സെക്ഷൽ അബ്യൂസിൻ്റെ വിക്ടിമൈസ് ചെയ്യപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകമായ സംരക്ഷണ സംവിധാനമാണ് കേരളത്തിൽ, പ്രത്യേകിച്ച് ഗവൺമെൻറ് സിസ്റ്റത്തിൻ്റെ ഭാഗത്തു നിന്ന് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കുട്ടികളെ താൽക്കാലികമായി താമസിപ്പിക്കുന്ന സംവിധാനങ്ങളെയാണ് നമ്മൾ എൻട്രി ഹോമുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുട്ടിക്ക് താൽക്കാലികമായി വീട്ടിലേക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കുട്ടിയുടെ എല്ലാ തരത്തിലുള്ള ചുമതലകളും ഉത്തരവാദിത്തങ്ങളും എൻട്രി ഹോം ഏറ്റെടുക്കുന്നു. കുട്ടിക്ക് മാനസികമായിട്ടായിക്കോട്ടെ ശാരീരികമായിട്ടായിക്കോട്ടെ ഒക്കെയുള്ള സപ്പോർട്ടുകളൊക്കെ നമുക്ക് ഈ എൻട്രി ഹോമിൽ കുട്ടിക്ക് കൊടുക്കാൻ സാധിക്കുന്നു. കൃത്യമായ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മോണിറ്ററിംഗ് കുഞ്ഞിനുണ്ടാകും. കൃത്യമായ ഇടവേളകളിൽ കുട്ടിക്ക് കൗൺസിലിംഗ് നമ്മൾ കൊടുക്കും.
ഇപ്പോൾ കൗൺസിലിംഗ് എന്ന് പറയുന്ന, പലപ്പോഴും ഈ കൗൺസിലിംഗ് എന്ന വാക്ക് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ശരിക്കും കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു റിക്കവറി പ്രോസസ്സിൽ വേണ്ടി ഒരാളെ സഹായിക്കുന്ന ഒരു എന്താ പറയുന്ന ഒരു എയ്ഡാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. പലപ്പോഴും ആളുകൾ പറയാറുണ്ട് കൗൺസിലിങ്ങിന് കൊണ്ടുപോയി കുറ്റം തെളിയിക്കുക. കൗൺസിലിങ്ങിന് കൊണ്ടുപോയി കുറ്റം തെളിയിക്കുക എന്ന് പറയുന്നത് ശരിക്കും ശരിയായൊരു നടപടിയാണെന്നുള്ള അഭിപ്രായം നമ്മൾക്ക് ആർക്കും. ഡെഫിനറ്റ്ലി അയാളെ എക്യുപ്പ് ചെയ്യുക എന്നുള്ളതാണ് കൗൺസിലിംഗ് കൊണ്ട്. അതായത് അയാളുടെ എന്തൊക്കെയോ ഇപ്പം നമ്മൾ ഈ മോളെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് എന്തൊക്കെയോ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ജീവിതത്തിൽ, തുറന്നു പറയാൻ പറ്റാത്ത നിലവാരത്തിൽ. അപ്പോൾ അവളെ എക്യുപ്പ് ചെയ്ത് സംസാരിക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കുക. ഇനി സിസ്റ്റത്തിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് എത്രയും വേഗം എന്ത് ചെയ്യണം, അവളെ ഈ പറയുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഈ ഘട്ടത്തിൽ നിന്നും റിക്കവറി പ്രോസസ്സിലേക്ക് എത്തിച്ച് അവളെ പ്രോപ്പറായി റീഹാബിലിറ്റേറ്റ് ചെയ്ത് മെയിൻ സ്ട്രീം ചെയ്യുക എന്നുള്ളതാണ്, അല്ലേ, സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഉറപ്പായും ഒരു ലേബലിനുള്ളിലേക്ക് ഒതുങ്ങേണ്ടവരല്ല ഈ കുഞ്ഞുങ്ങളൊന്നും തന്നെയും. അവരുടെ ആരുടെയും കുറ്റം കൊണ്ടായിരിക്കില്ല ഇത്തരത്തിലൊരു പ്രശ്നത്തിലേക്ക് ഒരു കുട്ടി പെട്ടുപോയിട്ടുണ്ടാവുക. അത് ശരിക്കും ആരാ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ സമൂഹമാണ്. അപ്പം നമുക്ക് പറയാനുള്ളത് ഗവൺമെൻറ്റിനായിക്കോട്ടെ, ഗവൺമെൻറ് സംവിധാനങ്ങൾക്കായിക്കോട്ടെ ഒരുപാട് പരിമിതികളുണ്ട്. ഈ പരിമിതിയെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ആ കുട്ടിയുടെ കമ്മ്യൂണിറ്റി ആരോടൊപ്പം നിൽക്കണം? ഈ കുട്ടിയോടൊപ്പം നിൽക്കണം, ഈ സിസ്റ്റത്തോടൊപ്പം നിൽക്കണം എന്നുള്ളതാണ്, അല്ലേ? അല്ലാണ്ട് ഈ പറയുന്ന കുട്ടിക്ക് അവൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് അവളെ ഒറ്റപ്പെടുത്തുക എന്നതിനപ്പുറത്തേക്ക് ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുക എന്നതാണ്. അപ്പോൾ ശരിക്കും ഞങ്ങളോ നിങ്ങളോ എന്നൊരു സംവിധാനമില്ല, നമ്മളൊന്നിച്ച് ഒരു കുട്ടിയുടെ വിഷയത്തിനകത്ത് ഒരു വ്യക്തിക്കപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വ്യക്തികൾക്കപ്പുറത്തേക്ക് ഒരു കുട പോലെ നിന്ന് അതിനെ പരസ്പരം ആ ഒരു കുടയെ എങ്ങനെയാണ് നമ്മൾ ബന്ധിപ്പിച്ചിരിക്കുന്നത്? ഇപ്പോൾ ചരടുകൾ കൊണ്ട്. ആ ചരടുകൾ പോലെ നിൽക്കാൻ കഴിയുന്ന വലിയൊരു സിസ്റ്റം ഇവിടെ പുറത്തുണ്ട്. അപ്പോൾ അവരിലൂടെ ആണ് കുട്ടിയെ മെയിൻ സ്ട്രീം ചെയ്യേണ്ടത്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈ ട്രോമയെ അഡ്രസ്സ് ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും ആ കുട്ടിയും കുടുംബവും നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ട്രോമയുണ്ട്. ആ ട്രോമയിൽ നിന്ന് അവരെ കരകയറ്റി കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു വലിയ ഉത്തരവാദിത്തമാണ് ശരിക്കും പത്തനംതിട്ടയിലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസും ഒക്കെ ഏറ്റെടുത്തിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം നിലവിൽ ഇത്തരത്തിൽ സെക്ഷലി അബ്യൂസ്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ സപ്പോർട്ട് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ്, ശരിക്കും കേരളത്തിൻ്റെ ഗവൺമെൻറ് എന്ന് പറയുന്നത് ഇത്തരം മേഖലയിൽ ഒരുപാട് മാതൃകകൾ സൃഷ്ടിച്ച ഗവൺമെൻറ്റാണ്. ഇപ്പോൾ കേസുകളിൽ പെട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ പറയുന്ന ഒഫൻസ് ഈ കുട്ടിയുടെ കാര്യത്തിൽ തന്നെ നിലവിൽ 2 കുട്ടികൾ ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ കേസുകളിൽ ഉൾപ്പെട്ട, ഈ കേസിൽ തന്നെ ഉൾപ്പെട്ട 2 പേർ കുട്ടികളാണ്. ആ 2 പേരെ നിലവിൽ അപ്രിഹെൻഡ് ചെയ്തു, ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ മുമ്പാകെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ കുട്ടികൾ ഉൾപ്പെടെ ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമായി വരികയാണ്. അപ്പോൾ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാവലും കാവൽ പ്ലസും എന്നൊക്കെ പറയുന്ന കുറേയധികം പദ്ധതികൾ, ഇപ്പോൾ കേസുപ്പെട്ട കുട്ടിക്ക് വേണ്ടി കാവൽ എന്ന് പറയുന്ന ഒരു പദ്ധതിയും അതോടൊപ്പം സെക്ഷലി വിക്ടിമൈസ് ചെയ്യപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാവൽ പ്ലസ് എന്ന് പറയുന്ന റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അവരിലേക്കൊക്കെ ഇടപെടൽ നടത്തുന്നതിന് എൻ്റെ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല. ഈ കേസിൽ പ്രാരംഭ നടപടികളൊക്കെ പൂർത്തിയാക്കി ഇതിൻ്റെ കേസിൻ്റെ അന്വേഷണവും ഒക്കെ പൂർത്തിയാക്കി കുട്ടിയെ തിരികെ കുട്ടിയുടെ കമ്മ്യൂണിറ്റിയിലേക്ക് റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു മൊമെൻറ്റിൽ കാവൽ പ്ലസും ഇതോടൊപ്പം ചേരും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതോടൊപ്പം ഈ പറയുന്ന പല സംവിധാനങ്ങളിൽ നിന്നും കുട്ടിക്ക് സപ്പോർട്ട് മെക്കാനിസവും ഇപ്പോൾ നമുക്ക് പറയുന്ന പല സാഹചര്യങ്ങളിലും കുട്ടിക്ക് കോമ്പൻസേഷൻ എന്നുള്ള നിലയിൽ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ആശ്വാസ നിധി എന്ന് പറയുന്ന ഒരു കോമ്പൻസേഷൻ സ്കീം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ വിക്ടിം കോമ്പൻസേഷൻ ഫണ്ട് ഇൻ്ററിം കോമ്പൻസേഷൻ എന്നുള്ള നിലയിൽ നമുക്ക് കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള സിറ്റുവേഷനുകളുണ്ട്. അപ്പോൾ എല്ലാ നിലവാരത്തിലും ശരിക്കും ബയോ സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ അല്ലേ ഒരു കുട്ടിക്ക് വേണ്ടത്. അതോടൊപ്പം ഒരു ഇക്കണോമിക് സപ്പോർട്ടും ഒക്കെ കൊടുത്തുകൊണ്ട് ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യാനുള്ളൊരു സിസ്റ്റം നിലവിൽ നമുക്കുണ്ട് എന്നുള്ളതാണ്. ഈ സൂര്യനെല്ലി പീഡന കേസാണ് ഏറ്റവും അധികം ആളുകൾ പ്രതി ചേർക്കപ്പെട്ട ഇതിനു മുൻപ് നമ്മൾ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ഇപ്പോഴും നമ്മൾ ഓർത്തിരിക്കുന്നത്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ, ഞാനൊക്കെ ജനിച്ച വർഷങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മാത്രം സംഭവിച്ചൊരു കേസ്. ഇപ്പോൾ എനിക്ക് പോലും അത് ഓർത്തിരിക്കണമെങ്കിൽ പ്രതികളുടെ എണ്ണത്തിലെ ഒരു ബാഹുല്യമാണ് അത് ഓർത്തിരിക്കാൻ കാര്യം. ഇതുപോലെ ഒരുപാട് കേസുകൾ ദിവസവും എന്താ പറയുക, അതിൽ ഇടപെടുന്ന, അത് പരിഹരിക്കാൻ മുന്നിട്ട് നിൽക്കുന്ന, അതിൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്ന ഒരു വ്യക്തി തന്നെ ഇതുപോലുള്ള കേസുകൾ തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് ഞാൻ കേരള പോലീസിൻ്റെ വെബ്സൈറ്റിൽ ഈ പ്രാവശ്യത്തെ മാത്രം ഈ വർഷത്തെ മാസം പോക്സോ കേസ് നോക്കുമ്പോൾ തിരുവനന്തപുരം റൂറൽ ഏരിയയിലും തിരുവനന്തപുരത്തും ആണ് ഏറ്റവും കൂടുതൽ കേസുകൾ നടക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇടപെട്ട കേസുകളെ കുറിച്ച് കൂടി ഒന്ന് പറയാൻ പറ്റും? 2 കാര്യമുണ്ട്. ശരിക്കും നമ്മുടെ SCRBയുടെ വെബ്സൈറ്റിൽ നവംബർ മാസം വരെയുള്ള കണക്കാണ് ശരിക്കും ഇപ്പം നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അത് ഡിസംബറിലേക്ക് കൂടി വരുമ്പോൾ കുറച്ചും കൂടി എണ്ണം കൂടുതൽ വരും. ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ജില്ല തിരുവനന്തപുരമാണ്, രണ്ടാമത് മലപ്പുറമാണ്. 2 തരവാരത്തിൽ നമുക്കിതിനെ അസസ് ചെയ്യാം. ഒന്ന്,
റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നത് ഏറ്റവും കൂടുതൽ അവയർനെസ് ഉള്ള അവയർനെസ്സിൻ്റെ ഭാഗമാണ് എന്ന് കൂടി നമുക്ക് കണക്കാക്കേണ്ടി വരും അല്ലേ. കേസിൻ്റെ എണ്ണം വെച്ചിട്ട് നമ്മളൊരു ആശങ്ക ഉണ്ടാകുന്നതിനപ്പുറത്തേക്ക് അതിന് മറ്റൊരു വശം കൂടിയുണ്ട്. ആളുകൾക്ക് ഇത്രയും അധികം അറിവുള്ളത് കൊണ്ടാണ് ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇനി ഇത്തരം പല എണ്ണം കുറഞ്ഞ ജില്ലകളിൽ അല്ലെങ്കിൽ കേസുകൾ എണ്ണം കുറച്ച് റിപ്പോർട്ട് ചെയ്യുന്ന ജില്ലകളിൽ ഈ പറയുന്ന ഒരു ഒഫൻസിൻ്റെ ഇൻറ്റൻസിറ്റി കുറവാണെന്നും നമുക്ക് അഭിപ്രായപ്പെടാൻ കഴിയില്ല. കാരണം റിപ്പോർട്ടിംഗ് വരുന്ന കേസുകൾ മാത്രമാണ് നമുക്ക് നിലവിൽ ഡാറ്റ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഈ റിപ്പോർട്ട് ചെയ്യാത്തത് സിസ്റ്റത്തിൻ്റെ പരാജയമാണെന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ പ്രോപ്പറായ അവയർനെസ് കിട്ടുമ്പോൾ സ്വാഭാവികമായും കുട്ടികൾക്കെതിരെയുള്ള വളരെ ചെറിയ പ്രശ്നങ്ങൾ പോലും ഹൈലൈറ്റ് ചെയ്യപ്പെടുകയും അത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യും. ഇനി സൂര്യനെല്ലി പറയുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, സൂര്യനെല്ലി എന്ന പേര് ഇപ്പോഴും മനുജ ഉൾപ്പെടെ നമ്മളെല്ലാവരും ഓർത്തിരിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഞാൻ നേരത്തെ യൂസ് ചെയ്ത ഒരു വാക്കാണ് ടാഗ് ലൈൻ എന്നുള്ളത് അല്ലെ. ആ ടാഗ് ലൈനിൽ ആ പെൺകുട്ടി ഇന്നും അറിയപ്പെടുന്നു എന്നുള്ളതൊരു ഒരു സങ്കടകരമായ അവസ്ഥയല്ലേ അല്ലേ. ഈ പറയുന്ന കേസിൻ്റെ പേരിൽ അല്ലെങ്കിൽ അത് ആ കേസ് കമ്മിറ്റ് ചെയ്ത ഒരു വ്യക്തി പോലും ആ പേരിൽ അറിയപ്പെടുന്നില്ല. ഉണ്ടോ? അതിൻ്റെ ഭാഗമായി നിന്നിട്ടുള്ള പുരുഷന്മാരൊക്കെയും വളരെ സേഫ് സോണിലാണ്. ആ പെൺകുട്ടി നിലവിലും ആ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു കേസിൻ്റെ അകത്ത് പത്തനംതിട്ടയിലെ പെൺകുട്ടി എന്ന് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് കേൾക്കുമ്പോൾ സിസ്റ്റത്തിനുള്ളിൽ നിൽക്കുന്ന നമുക്കൊക്കെ വല്ലാത്ത വേദനയാണ്. ഒരിക്കലും പെൺകുട്ടികൾ മാത്രം ഈ ടാഗ് ലൈനിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ എല്ലാ കാലഘട്ടത്തിലും അവരെ അങ്ങനെ അറിയപ്പെടണം എന്ന് നമ്മൾ വാശി പിടിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കുറ്റക്കാരായിട്ടുള്ള ആളുകൾ ഈ സമൂഹത്തിൽ വളരെ സ്വതന്ത്രരായിട്ടും നിഷ്കളങ്കരായിട്ടും വ്യാപരിക്കുമ്പോൾ എൻ്റെ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് പെൺകുട്ടി മാത്രം ഒരു മുഖം മറയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇഷ്യൂസ് എല്ലായിടങ്ങളിലും ഉണ്ടാകാം. ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ കണ്ണിലോ നമ്മുടെ അറിവിലോ പെടാത്ത ഇതിനേക്കാൾ വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന പെൺകുട്ടികൾ ഇനിയും ഉണ്ടാകും. ഇല്ലേ? ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? നിലവിൽ ഒരിക്കലും നമുക്കത് പറ്റില്ല. അപ്പോൾ നമ്മളൊക്കെ ഇടപെടുന്ന ഒരുപാട് സാഹചര്യങ്ങൾ കേസുകളിലൊക്കെയും നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും കുട്ടികളെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ തന്നെയായിരിക്കും അബ്യൂസ് ചെയ്തിട്ടുണ്ടാവുക അല്ലേ. നമ്മുടെ അടുത്ത് വന്നിട്ടുള്ള ഏകദേശം ഒരു 90% കേസുകളിൽ കുട്ടിക്ക് വേണ്ടപ്പെട്ടവർ കുട്ടിയുടെ രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് നിൽക്കുന്ന ആളുകൾ, അത് ചിലപ്പോൾ രണ്ടാനച്ഛനാകാം, രണ്ടാനമ്മയാകാം, അല്ലെങ്കിൽ സ്വന്തം അച്ഛനാകാം, അമ്മയാവാം, ബന്ധുക്കളാകാം, അധ്യാപകരാകാം അല്ലേ. കുട്ടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാകാം, ഇല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാമുകരെന്ന അതും ഒരു ടാഗ് ലൈനാണ്, അതിൽ നിൽക്കുന്ന ആളുകളാകാം. അതൊക്കെയും കുട്ടിക്ക് വേണ്ടപ്പെട്ടതാണെന്ന് കുട്ടി വിചാരിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ്. എന്നെ ചൂഷണം ചെയ്യുന്നതാണ്, ഇത് ചൂഷണമാണ് എന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിലാണ് കുട്ടി ഇതിനിരയാകുന്നത്. ഇപ്പോഴും പലപ്പോഴും ആളുകൾ പറയുന്നത് പോലെ, മനുജ ആദ്യം പറയുന്നത് പോലെ കുട്ടി പോയിട്ടല്ലേ അല്ലേ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ രാജ്യത്ത് 18 വയസ്സ് പൂർത്തിയാകാത്ത ഏതൊരു വ്യക്തിയും കുട്ടി എന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് അത്തരത്തിലൊരു കൺസെൻറ്റ് കൊടുക്കാനോ എൻ്റെ ഇഷ്ടങ്ങൾ ഈ പറയുന്ന ഒരു സെക്ഷൽ ആക്ടിവിറ്റിയിലേക്ക് പോകാനോ ഒന്നും ഉള്ള മെൻ്റൽ കപ്പാസിറ്റിയും കുട്ടിക്കില്ല. അത്തരത്തിൽ ഒരു മെൻ്റൽ മെച്യൂരിറ്റിയും കുട്ടികൾക്കില്ല. ശരിക്കും ഇപ്പോൾ നിംഹാൻസിൻ്റെയൊക്കെ പഠനങ്ങൾ പറയുന്നത്, നമ്മൾ 18 താഴെ കുട്ടി എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ തലച്ചോറ് പൂർണ്ണമായും ഒരു വളർച്ചയിലേക്ക് എത്തുന്നത് ശരിക്കും 25 വയസ്സോടടുത്താണെന്നാണ് പഠനങ്ങൾ പറയുന്നത് അല്ലേ. അപ്പം അങ്ങനെ പറയുമ്പോൾ ശരിക്കും കുട്ടിയുടെ പ്രായപരിധി വീണ്ടും കൂട്ടേണ്ട അവസ്ഥയാണ് അല്ലേ. 18-ൽ നിന്ന് മുകളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും കുട്ടി കൺസെൻറ്റ് കൊടുത്തു എന്ന് പറയുന്ന ഒരു സാഹചര്യം ഒരിക്കലും നമുക്ക് കണക്കിലെടുക്കാൻ, അത് പറയാൻ പോലും പാടില്ലാത്ത ഒന്നാണെന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പല കേസുകളിലും ഇത്തരത്തിൽ ഒരുപാട് സാഹചര്യങ്ങളിൽ ഏറ്റവും വേണ്ടപ്പെട്ട ബന്ധുക്കളായിട്ടുള്ള ആളുകൾ തന്നെ കുട്ടികളെ അബ്യൂസ് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. കുട്ടിക്ക് തിരികെ കുടുംബത്തിലേക്ക് പോലും പോകാൻ കഴിയാത്ത അവസ്ഥ. അച്ഛൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന കേസിൽ അമ്മ വല്ലാതെ കുടുംബത്തിനുള്ളിൽ അമ്മ വേട്ടയാടപ്പെടുന്നൊരവസ്ഥ അല്ലേ, അമ്മ ഒറ്റപ്പെടുന്നൊരവസ്ഥ. പലപ്പോഴും ആളുകൾ പറയാറില്ലേ കോടതിക്കുള്ളിൽ കയറി മൊഴി മാറ്റി പറഞ്ഞു എന്നൊക്കെയും. ഈ പറയുന്ന സാഹചര്യത്തിൽ ഈ കുട്ടിയും അമ്മയും കുടുംബവും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്ന മാനസിക പ്രശ്നം അല്ലെങ്കിൽ ഈ പറയുന്ന ടോർച്ചറിങ് എത്രത്തോളം ഉണ്ട് എന്ന് അവരോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. നമ്മൾ പുറമേ നിന്ന് കമൻറ്റ് പറയുക എന്ന് പറയുന്നത് വളരെ 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 ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. നമ്മൾ പറയും പുട്ട് യുവർ ലെഗ് ഇൻ അനദർ വൺസ് ഷൂസ് എന്നാണ് പറയണം അല്ലേ. നിങ്ങൾ മറ്റൊരാളായി മാറി നിങ്ങളെ അവിടെ പ്ലേസ് ചെയ്ത് നിങ്ങൾ ആ സാഹചര്യത്തെ വിലയിരുത്തി നോക്കുക. എംപതറ്റിക്കൽ അപ്രോച്ച്. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. നമുക്ക് ആരുടെ കാര്യത്തിലും അഭിപ്രായം പറയാം. കാരണം എന്താണ്, നമ്മൾ നേരിട്ടതല്ല ഈ പ്രശ്നങ്ങളൊന്നും, നമ്മൾ നേരിട്ട് അനുഭവിച്ചതല്ല. നമുക്കിത് ഇൻറ്റൻസിറ്റിയുള്ളൊരു പ്രശ്നമായി മാറുന്നത് എപ്പോൾ മാത്രമാണ്,
നമുക്ക് വേണ്ടപ്പെട്ട ഒരാളിനോ നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളിനോ നമ്മളോട് അത്രയും ചേർന്ന് നിൽക്കുന്ന ഒരാളിനോ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്കതൊരു ഇഷ്യൂ ആയി ഫീൽ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ മാത്രമാണ് നമ്മൾ ഇതിൻ്റെ സൊല്യൂഷൻ അന്വേഷിച്ച് പോകുന്നത്. അതുവരെയും ഒരു പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിൽ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്യാതെ നിൽക്കുന്നത് നമ്മുടെ കോൺഫിഡൻസിൽ നിന്നാണ്. എന്താണ്, എനിക്കൊരിക്കലും ഇത് സംഭവിക്കില്ല, എൻ്റെ കുടുംബത്തിലുള്ള ആളുകൾക്ക് ഒരിക്കലും ഇത് സംഭവിക്കില്ല. ഈ കോൺഫിഡൻസ് ആണ് നമ്മളെ എപ്പോഴും ഈ പറയുന്നത് പോലെ തന്നെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും ഈ പ്രിവെൻറ്റീവായി ഇപ്പോൾ നമ്മൾ അവയർനെസ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ പലപ്പോഴും ആളുകൾക്ക് വളരെ പുച്ഛത്തോടു കൂടി ആളുകൾ സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇനിയിപ്പം ഇവരൊക്കെ അങ്ങ് അവയർനെസ് നടത്തിയിട്ട് നാടങ്ങ് നന്നാകും എന്നുള്ളതല്ല. ഈ അവയർനെസ് കൊണ്ട് തന്നെയാണ് ഈ നാട്ടിൽ ഇപ്പം മനുജ പറഞ്ഞ ഇത്രയും കേസുകളും റിപ്പോർട്ട് ചെയ്തത് ഇത്തരത്തിലുള്ള അവയർനെസ്സുകളുടെ ഭാഗമായിട്ടാണ് അല്ലേ. അറിവില്ലാത്ത പണ്ട് കാലഘട്ടങ്ങളിൽ അധ്യാപകരോ പണ്ട് കാലഘട്ടങ്ങളിൽ ഡോക്ടേഴ്സോ പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലാണോ ഇന്നവരത് കൈകാര്യം ചെയ്യുന്നത്? ഉറപ്പായിട്ടും അല്ല. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഒരുപാട് പ്രതികൾ ഒരുപാടുണ്ട്. അത് ഇതൊരു കേസാണ്. ഇതുപോലെ 1000 കേസുകൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ, 4000-ലധികം കേസുകൾ. അത് പോക്സോയുടെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ, അത് എല്ലാം സെക്ഷൽ അബ്യൂസ് ആവണമെന്ന് നിർബന്ധം പോലുമില്ല. എങ്കിൽ പോലും പ്രതികളാക്കപ്പെടുന്ന ആളുകൾ ഒരുപാടാണ്. മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യത്തെക്കുറിച്ച് കൂടെ അഡ്രസ്സ് ചെയ്യേണ്ടതല്ലേ. പ്രത്യേകിച്ച് എന്നാൽ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്സ് ചെയ്യാൻ പഠിപ്പിക്കുന്നതാണെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ സമൂഹമാണ്. സെക്സ് എഡ്യൂക്കേഷനെതിരെ മുന്നോട്ട് വന്നിട്ടുള്ള സാംസ്കാരിക നായകന്മാരുള്ള ഒരു സമൂഹമാണ്. അപ്പോൾ ഈ സത്യത്തിൽ ഇത് നമ്മുടെ കുട്ടികൾ വളരുന്ന ഘട്ടം മുതൽ ഇത് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നിടത്തല്ലേ നാളേക്കൊരു പൗരന്മാരെ മാറ്റാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. ഉറപ്പായിട്ടും പോക്സോ നിയമം എന്ന് പറയുന്ന നിയമം പൂർണ്ണമായും സെക്ഷൽ അട്രോസിറ്റി അഡ്രസ് ചെയ്യുന്ന നിയമം തന്നെയാണ്. ഏതെങ്കിലും തരത്തിലൊരു സെക്ഷൽ ആക്ടിവിറ്റി ഇൻവോൾവ് ചെയ്താൽ മാത്രമാണ് നമുക്ക് പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്. അത് ഞാൻ പറയാൻ കാരണം, കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കേസുകളും പോക്സോ ആണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു സമൂഹമുണ്ട്. ഒരിക്കലുമല്ല. ഏതെങ്കിലും തരത്തിലൊരു സെക്ഷൽ ആക്ടിവിറ്റി ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഒരു ഒഫൻസ് മാത്രമാണ് പോക്സോ എന്ന് പറയുന്ന ഒരു ഒഫൻസിൻ്റെ നേച്ചറിലേക്ക് വരുന്നത്. ഇനി കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ ഈ പറയുന്നത് പോലെ അവരുടെ ഓരോ ഘട്ടത്തിലും ഓരോ തരത്തിൽ അവരെ നമ്മൾ ഉറപ്പായും എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്ന് പറയുന്ന ഒരു വലിയ ഒരു ക്യാമ്പയിനുമായി ഇപ്പോൾ അത് മാറി. ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നുള്ളതിനപ്പുറത്തേക്ക് സേഫ് ആൻഡ് അൺസേഫ് ടച്ച് എന്നതിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോഴും നമ്മൾ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും, നമ്മൾ കാണിച്ചു കൊടുക്കുന്ന പല കോമിക്കുകൾക്ക്, ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ചില കോമിക്കുകൾ വെച്ചിട്ടും അല്ലെങ്കിൽ ചെറിയ കാർട്ടൂണുകൾ വെച്ചിട്ടും ഒക്കെയാണ് നമ്മളിത് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ കുട്ടിയോട് പറയുന്നത്, നിങ്ങളുടെ പ്രൈവറ്റ് പാർട്ടിൽ ഒരാൾ ആവശ്യമില്ലാത്ത രീതിയിലൊരു ടച്ച് ഉണ്ടാകുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ആ നിലവാരത്തിൽ നമ്മളൊരു ഓറിയൻറ്റേഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിനകത്ത് പ്രധാനമായും ഫോക്കസ് ചെയ്യപ്പെടുന്നത് എത്ര ഭാഗങ്ങളാണ്. നമ്മൾ ലിപ്സ് പറയാറുണ്ട്, ചെസ്റ്റ് പറയാറുണ്ട്, ബിറ്റ്വീൻ ലെഗ്സ് പറയാറുണ്ട്, ബട്ടക്സ് പറയാറുണ്ട്. പക്ഷേ കുട്ടിയോട്, എൻ്റെ അഭിപ്രായത്തിൽ കുട്ടിയോട് തല മുതൽ കാല് വരെയും നിന്റെ പ്രൈവറ്റ് പാർട്ടാണെന്ന് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും പ്രൈവറ്റ് പാർട്ടാണ്. അതിനകത്ത് നമുക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ടച്ച് എന്നുള്ളത് കുട്ടികൾക്ക് ഉറപ്പായും നമ്മൾ പറയും കുട്ടിക്ക് എങ്ങനെ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളത്. നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള കുട്ടികൾക്ക് കൃത്യമായി മനസ്സിലാകും. ഇത്തരം അൺസേഫ് ടച്ചും അല്ലെങ്കിൽ കുട്ടിക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു ടച്ചും ഒക്കെ മനസ്സിലാക്കാൻ കുട്ടിക്ക് എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന എല്ലാ ടച്ചും സെക്ഷലി അബ്യൂസ് ആകണമെന്നുമില്ല. പക്ഷേ കുട്ടിക്ക് ഒരു ഓപ്ഷൻ നമ്മൾ കൊടുക്കണം. ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായാൽ അമ്മ ഇവിടെ ഉണ്ടേ, അല്ലെങ്കിൽ ടീച്ചർ ഇവിടെ ഉണ്ടേ, മോൻ എന്ത് വേണമെങ്കിലും പറയാം, അല്ലെങ്കിൽ മോൾക്ക് എന്ത് വേണമെങ്കിലും പറയാം എന്നൊരു പൊസിഷൻ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. മറിച്ച് നമ്മൾ അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിൽക്കുകയോ അല്ലെങ്കിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കാതെ അവരെ കുറ്റപ്പെടുത്തുന്ന ഒരു സമീപനമോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒറ്റ തവണ കുട്ടി ഇത് പറഞ്ഞ് അവസാനിപ്പിക്കും അല്ലേ. പിന്നെ കുട്ടിക്ക് എന്ത് സംഭവിച്ചാലും കുട്ടി എന്ത് ചെയ്യില്ല, ഉറപ്പായും ഇത് പറയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടിക്ക് കോൺഫിഡൻസ് കൊടുക്കുന്ന തരത്തിൽ നമ്മളിപ്പോൾ കുട്ടിയുടെ എല്ലാ ആവശ്യങ്ങളും നമ്മൾ നിറവേറ്റി കൊടുക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ രക്ഷിതാക്കൾ എന്നുള്ള നിലയിൽ നമ്മളെ കൊണ്ട് ദ ബെസ്റ്റാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ ആ ബെസ്റ്റ് എന്ന് പറയുന്നത് പാരൻറ്റിങ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റിലേക്ക് കൂടി മാറ്റപ്പെടണം എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും നന്നായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യവും ഇന്ന് പാരൻറ്റിങ്ങിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ ഒരു പാരൻ്റായി മാറണം എന്നുള്ളത്, ആരാണ് ഇവിടെ പഠിച്ചിട്ട് പാരൻ്റായിട്ടുള്ളവർ അല്ലേ? ഇത് ഒരു സൈക്ലിക് പ്രോസസ്സാണ്. എൻ്റെ അമ്മയും അച്ഛനും എന്നെ വളർത്തിയ പോലെ ഞാൻ എൻ്റെ കുട്ടിയെ വളർത്തുന്നു. ഇന്ന് ആ നിലവാരത്തിലേക്ക് അത് വളർത്തിയാൽ അത് ശരിയാവില്ല എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ ആ പാരൻറ്റിങ് എന്ന് പറയുന്നത് തീർച്ചയായും പഠിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ശരിക്കും ഒരു കുട്ടിയെ നമ്മുടെ ജീവിതത്തിലേക്ക് വെൽക്കം ചെയ്യുന്ന ഒരു മൊമെൻറ്റിന് മുമ്പ് തന്നെ നമ്മൾ പാരൻറ്റിങ്ങിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്നാണ് ശരിക്കും പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ആ സാഹചര്യം മുതൽ, അപ്പോൾ പാരൻറ്റിങ് എന്ന് പറയുന്ന എലമെൻറ്റിനുള്ളിൽ നമ്മൾ കുട്ടിയോട് ഇന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ളൊരു ട്രെയിനിങ് നമ്മൾ ഏൺ ചെയ്യണം, വേണ്ടേ? അപ്പോൾ നമ്മൾ ശരിക്കും ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് മെൻസസ്, ഒരു പെൺകുട്ടി ഫസ്റ്റ് മെൻസസ് ആകുമ്പോഴാണ്
ഈ പറയുന്ന മെൻസസ് എന്നൊരു പ്രോസസ്സ് ഉണ്ട് എന്ന് ഇന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കുറേ അധികം ആളുകൾ മാറിയിട്ടുണ്ട്, ആളുകൾ മാറി ചിന്തിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾക്ക് ഇപ്പോഴും അത് പറയാനുള്ള മടിയുണ്ട്, കുട്ടിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. കുട്ടികളോട് എങ്ങനെ ഇത് സംസാരിക്കും? നമ്മൾ കുട്ടിയോട് ഇത് സംസാരിച്ചില്ലെങ്കിൽ കുട്ടി മറ്റൊരിടത്തു നിന്നും ഉറപ്പായും ഇത്തരം വിഷയങ്ങളെപ്പറ്റി മനസ്സിലാക്കും. ആ മനസ്സിലാക്കുന്ന അറിവുകൾ പലപ്പോഴും തെറ്റായിരിക്കും. ആ തെറ്റ് കുട്ടിയെ വലിയൊരു ട്രബിളിലേക്ക് കൊണ്ടെത്തിക്കും, അല്ലേ? ഇപ്പോൾ പ്രഗ്നൻസി പോലെയുള്ള കാര്യങ്ങൾ പോലും പലപ്പോഴും പെൺകുട്ടികൾ, നമ്മൾ ഇടപെടുന്ന എത്ര കേസുകളിലാണ് 12 വയസ്സിലും 13 വയസ്സിലുമൊക്കെ ഹോസ്പിറ്റലിൽ ചെന്ന് ഡെലിവറി ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ അറിയുന്നത്, അല്ലേ? ഇതൊക്കെ കുട്ടിയുടെ അജ്ഞതയും കുടുംബത്തിൻ്റെ അജ്ഞതയും കൊണ്ടാണ്. ഇപ്പോൾ കുട്ടിക്ക് മെൻസസ് ആകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച്, മെൻസസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് 1 മാസം പീരീഡ്സ് വന്നില്ലെങ്കിൽ അമ്മയ്ക്കോ അച്ഛനോ അത് ബോധ്യമുണ്ടാകണം. അപ്പോൾ അച്ഛൻ എന്നുള്ളത് നമ്മളിപ്പോഴും അതിനെ ചിത്രത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. പെൺകുട്ടികളുടെ കാര്യങ്ങൾ എപ്പോഴും അമ്മയാണ് നോക്കേണ്ടത് എന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് ഇപ്പോഴും നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ എനിവേ, അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ, ആ കുട്ടിക്കുണ്ടാകുന്ന മന്ത്ലി വരുന്ന പീരീഡ്സ് ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യം കൺഫർമേഷൻ എടുക്കണ്ടേ? അപ്പോൾ നമ്മൾ പല കേസുകളിലും ഇടപെടൽ നടത്തുമ്പോൾ പാരൻസ് നമ്മളോട് പറയുന്നത് പറഞ്ഞാൽ 3 മാസം മാഡം മെൻസസ് കുട്ടിക്ക് വന്നിട്ടില്ല, ഞങ്ങൾ വിചാരിക്കുന്നത് അത് വന്നോളും എന്നുള്ളതാണ്. അല്ലെങ്കിൽ കുട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ ഇറഗുലാരിറ്റി ഉണ്ടായിരുന്നു, പക്ഷേ നിങ്ങൾ എന്തുകൊണ്ട് ഒരു തവണ ഒന്ന് ഡോക്ടറെ കാണിക്കാൻ മുതിർന്നില്ല എന്നൊരു ചോദ്യത്തിന് അവർക്ക് പലപ്പോഴും മറുപടിയില്ല. അപ്പോൾ നമ്മൾ കൃത്യമായി ഡയഗ്നോസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഡയഗ്നോസ് ചെയ്യണം. നമ്മുടെ കുട്ടികളുടെ സുഹൃത്തുക്കൾ ആരാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ കുട്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ കുട്ടി എവിടെയായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ എൻഷുർ ചെയ്യണം. അവരോടൊപ്പമുള്ള ആളുകൾ ആരൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് പ്രോപ്പറായി കുഞ്ഞുങ്ങളെ മോണിറ്റർ ചെയ്യണം. കാരണം അവർ കുട്ടികളാണ്, അവർക്ക് റാഷണൽ ഡിസിഷൻ എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല എന്ന് തന്നെയാണ് നമ്മളിപ്പോഴും ഗവേഷണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ശരിയായിക്കൊള്ളണം എന്നൊരു നിർബന്ധവും ഇല്ല. അവരെ ഗൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി പാരൻസിനും ഉണ്ടാവണം, ടീച്ചേഴ്സിനും ഉണ്ടാവണം, അവരോടൊപ്പം നിൽക്കുന്ന കൗൺസിലേഴ്സിനുണ്ടാവണം. ഇപ്പോൾ സ്കൂൾ കൗൺസിലേഴ്സിനെയൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് വനിതാ ശിശു വികസന വകുപ്പ് ഇത്രയും അധികം സ്കൂൾ കൗൺസിലർ, കേരളത്തിൽ 1000-ലധികം സ്കൂൾ കൗൺസിലേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. ഇവരെയൊക്കെ നമ്മൾ ഈ വകുപ്പിൻ്റെ ഭാഗമായിട്ടും ശരിക്കും ഗവൺമെൻറ് റിക്രൂട്ട് ചെയ്യുന്നത് എന്തിനെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ആ സിസ്റ്റം എക്യുപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ്. അപ്പോൾ അത് ആക്സസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടി കുട്ടിക്ക് ഉണ്ടാവണം. രക്ഷിതാവ് അത് മനസ്സിലാക്കണം. കുട്ടിക്ക് ഏതെങ്കിലും നിലവാരത്തിലൊരു ബുദ്ധിമുട്ട് ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പ്രോപ്പറായി, അത് ചിലപ്പോൾ കുട്ടിക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കാം, ആ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് കുട്ടിക്കുണ്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ നമുക്ക് പറ്റണം. അത് റെക്കഗ്നൈസ് ചെയ്യാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ അത് അറിവുള്ള ഒരാൾ പറഞ്ഞു തരുമ്പോൾ അംഗീകരിക്കണം, അല്ലേ? തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ്. നമുക്ക് കൺക്ലൂഡ് ചെയ്യാലോ, ഓൾമോസ്റ്റ് എല്ലാം വളരെ വ്യക്തമാണ് അനീഷ വിയൽ പറഞ്ഞത്. റെസ്പോൺസിബിൾ പേരൻറ്റിങ് എന്ന് പറയുന്നത് നമുക്കാരും അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് തരേണ്ട ഒരു കാര്യമാണെന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. കാര്യം അച്ഛനും അമ്മയും എന്നെ വളർത്തിയതുപോലെയല്ല നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തേണ്ടുന്നൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പത്തനംതിട്ടയിലെ പെൺകുട്ടി എന്നത് അതൊരു ടാഗായി മാറരുത്. കാരണം ആ പെൺകുട്ടി വിക്റ്റിമാണ്, ഇരയാക്കപ്പെടുന്ന ആളുകൾ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുകയും ഇന്ന് അറസ്റ്റിലായി 22ഓളം ആളുകളാണ് ഇതുവരെ അറസ്റ്റിലായത്. ഇനി 62 പേർ അറസ്റ്റിലായാൽ തന്നെയും അവരൊക്കെ കേസിൻ്റെ ഒരു ട്രയൽ പീരീഡ് ആവുന്ന സമയമാകുമ്പോൾ അവർ സുഖമായി സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്ന അവസ്ഥയും ഉണ്ടാകും. അതിനർത്ഥം ആ പെൺകുട്ടിയാണ് തെറ്റുകാരി എന്നല്ല. എന്തായാലും പത്തനംതിട്ടയിൽ ആ പെൺകുട്ടിക്ക് സംഭവിച്ചത് ആർക്കും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നാണ്. ഈ സിസ്റ്റത്തിന് ചെറിയ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ആ പെൺകുട്ടിയെ തീർച്ചയായും പൂർണ്ണമായ കരുതലോടുകൂടി ചേർത്ത് നിർത്തുന്നുണ്ട് കേരളത്തിലെ സർക്കാരും ഇപ്പോഴുള്ള സിസ്റ്റവും. അത് നിങ്ങൾ ഏതെങ്കിലും കുട്ടികളോ നിങ്ങളുടെ മാതാപിതാക്കളോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു വ്യവസ്ഥയുണ്ട്. നിങ്ങളുടെ മക്കളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായി നിങ്ങൾ നിൽക്കേണ്ടതുണ്ട്. ആ സാഹചര്യങ്ങളിൽ മാത്രമാണ് ഇത്തരം പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ മുൻകരുതൽ എടുക്കണം എങ്കിൽ അതാണ് ആദ്യത്തെ മുൻകരുതൽ. കുട്ടിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അവൾ കുട്ടിയല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് മാറ്റി നിർത്തരുത്. സെക്സ് എഡ്യൂക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ഇമ്പോർട്ടൻസ് ആണ് ഇങ്ങനെ ഓരോ കേസുകൾ വരുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നത്. ഒരുപാട് നന്ദി മറുനാടിനോട് ചേർന്ന് സംസാരിച്ചു. താങ്ക് യു സോ മച്ച് മാം.